ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ പൊട്ടാറ്റോയാണ് എടുത്തത്. അത് നല്ല സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊട്ടാറ്റയൊക്കെ കഴിക്കുമ്പോൾ പൊട്ടാറ്റോ എപ്പോൾ നമ്മൾ കറി വെച്ചാലും എന്ത് ചെയ്യണം, ഒരു നുള്ള അയമോദകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്യാസ് ഉണ്ടാകില്ല. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്യാരറ്റൊന്നും വേണ്ട, ഒരു മുറി ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിനകത്ത് വെള്ളം ആഡ് ചെയ്യാതാണ് നമ്മളിത് പൊട്ടാറ്റോ കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു മുറി ക്യാരറ്റേ ചേർത്തിട്ടുള്ളൂ. അത് നമ്മൾ ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറിയ തീയിൽ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടണം.
അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെന്തില്ല, എന്നാലും നോക്കട്ടെ. ഇങ്ങനെ നമ്മളിങ്ങനെ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് റെഡിയായി വരണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മഞ്ഞൾ. അതിനുശേഷം നമുക്ക് ലേശം പെരുംജീരകം പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണില്ല, 1/2 സ്പൂണോളമേ ഉള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായിന്ന് തോന്നുന്നു. 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ പൊടികളുടെ എല്ലാം മണമൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഇപ്പോഴാണ് ചേർത്തത്, സ്കിപ്പായില്ല. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടാറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പാലക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാലക്കിൽ തന്നെ ഉണ്ട് നന്നായിട്ട് വെള്ളമുണ്ട്. അത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ അതിലങ്ങ് ആയിക്കോളൂ. അത് കട്ട് ചെയ്തതിനകത്ത് 1-2 എണ്ണം കട്ടാകാതെ കിടന്നത് ഞാൻ കൈകൊണ്ട് നമ്മൾ നുള്ളി എടുക്കാനുള്ള ഒരു കട്ടിയേ ഉള്ളൂ പാലക്കിന്. ഇനി അത് ഞാൻ നന്നായിട്ട് നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കണ്ടില്ലേ, അത് നമ്മൾ ഇത്തിരി നേരം അടച്ചു വെച്ചപ്പോൾ തന്നെ ആ പാലക്കെല്ലാം അങ്ങ് അതിലേക്കങ്ങ് വെന്ത് ചേർന്നിട്ടുണ്ട്. നോക്കൂ, പൊട്ടാറ്റോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ആ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് നന്നായിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഹെൽത്തിയാണ്. പാലക്ക് നമുക്ക് കണ്ണിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇലവർഗ്ഗമാണ്. നമ്മുടെ മുരിങ്ങയില പോലെ തന്നെയാണ് പാലക്കും. ഇനി നമുക്ക് ഒരു ലേശം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ആ കറി നമ്മൾ മുളക് പൊടിയും ഒക്കെ ചേർത്തതല്ലേ, ആ പൊടികളെല്ലാം ഒന്ന് എല്ലാത്തിലും ഒന്ന് മിക്സായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത്തിരി ചാറ് വേണ്ടവർ അതനുസരിച്ച് വെക്കണം. ഇവിടെ അത്ര ഒരുപാടൊക്കെ ചാറ് വേണ്ട. നമുക്ക് പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ അധികം ചാറ് വേണ്ട. ചോറിനൊക്കെ ആകുമ്പോൾ ഇത്തിരിയും കൂടെ നമുക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ പാലക്ക് മസാല ഉപ്പ് നോക്കിയിട്ട് പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നോക്കൂ, ഇപ്പം നല്ലപോലെ കുറുകിയിട്ടില്ലേ. ഇനി ഇത് നമ്മൾ തണുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ നന്നായിട്ട് കുറുകി വന്നോളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.